എന്റെ അടുത്ത് കള്ളം പറഞ്ഞതായിരുന്നല്ലേ? അയ്യോ അല്ല ചേച്ചി, ഇവരൊക്കെ ഇപ്പൊ വന്നതേ ഉള്ളൂ. ആഹാ, പൊങ്കാലയൊക്കെ ഇട്ടല്ലേ? എല്ലാം കൂടി നോക്കുമ്പോ എന്തോ വലിയ കാര്യം സാധിക്കാനാണെന്ന് തോന്നുന്നു. ആ എല്ലാം കൂടി നോക്കുമ്പോ എന്ന് പറഞ്ഞ ചേച്ചി, നിവേദ്യത്തിന് സമയായി, പൊക്കോട്ടെ. തിരുമേനി, എന്റെ മോന് ഒരു ആപത്തും വരുത്തരുതേ. ദേവി മഹാമായി, വലിയതിനെ കാത്തു രക്ഷിക്കണേ. അരവിന്ദന്റെ കോള. ഹലോ മോനെ, എന്താ പറ? അമ്മേ, അമ്മേ, ബ്രോയ്ക്ക് ബോധം വന്നമ്മേ. ബ്രോ കണ്ണൂർന്നു. അരവിന്ദ്, എന്റെ മോൻ സംസാരിച്ചോ? കൃഷ്ണേട്ടാ, നമ്മുടെ മോന് ബോധം തിരിച്ചു കിട്ടിയെന്ന്. ഇനി പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞമ്മേ. അമ്മ ഇപ്പൊ എവിടെയാ? പൂജ കഴിഞ്ഞില്ലേ? പെട്ടെന്ന് വാ, ബ്രോയെ കാണണ്ടേ. ഉടനെ വരാം. ശരി അമ്മേ. കൃഷ്ണേട്ടാ, ദേവി നമ്മുടെ മോനെ രക്ഷിച്ചു. അഖിലേ, എല്ലാം ദേവിയുടെ അനുഗ്രഹം. ദേവി കരുണാമയി, നീ എനിക്കെന്റെ മോനെ തിരികെ തന്നു. ഈ ജന്മം മുഴുവൻ ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കും. വാ കൃഷ്ണേട്ടാ, നമുക്ക് പോവാം. വാ. ദേവി, നീ എന്റെ പ്രാർത്ഥന കേട്ടുവല്ലോ. സന്തോഷായി, ഒരുപാട് സന്തോഷം. അരവിന്ദേ, അമ്മേ, ബ്രോ കണ്ണു തുറന്നമ്മേ. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇല്ല, ഡോക്ടർ താമസിയാതെ കാണിക്കാന്നാ പറഞ്ഞേ. ആന്റിയുടെ പ്രാർത്ഥന വെറുതെ ആയില്ല. അതാ ആനന്ദ് ഇത്ര വേഗം റിക്കവർ ആയത്. അതെ, ഗുരുജി പറഞ്ഞതുപോലെ ഞാൻ പിച്ച എടുത്തു കൊണ്ടുവന്ന അരി വെച്ച് ദേവിക്ക് പൊങ്കാല നേദിച്ചപ്പോ ആനന്ദ് കണ്ണു തുറന്നു.
അരവിന്ദന്റെ കോള് വന്നു. അത്ര കൃത്യമായിരുന്നു പ്രവചനം. വെറും പ്രവചനമല്ല, നടക്കേണ്ടുന്ന സത്യം. ഏതൊരു പുരുഷനും ഒരു കാവൽ ദൈവം ഉണ്ടാവും. ഗാർഡിയൻ ഏഞ്ചൽ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ആനന്ദിന്റെ കാര്യത്തില് ഇവിടെ സ്വന്തം അമ്മയല്ലാതെ മറ്റൊരു സ്ത്രീ ഇല്ലല്ലോ. അഖിലയുടെ പ്രാർത്ഥന ദേവി കേട്ടു എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ആനന്ദിന് ഒരനർത്ഥവും ഉണ്ടാവില്ല. എല്ലാം മംഗളമായി വരും. ഡോക്ടർ, ഡോക്ടർ, പറയും. ആനന്ദിനെ കയറി കാണാമോ? തീർച്ചയായും. ആനന്ദിന്റെ ആരോഗ്യനില നന്നായി മെച്ചപ്പെട്ടു. അതിന് ഞങ്ങളുടെ ചികിത്സ മാത്രമല്ല കാരണം, നിങ്ങളുടെ പ്രാർത്ഥനയും കൂടിയാണെന്ന് വേണം പറയാൻ. പിന്നതേ ഇങ്ങനെ ഒരു അനിയൻ കൂടി ഉണ്ടെങ്കിലേ ജീവൻ എടുക്കാൻ വരുന്ന യമരാജൻ പോലും ജീവൻ മടക്കി തന്നിട്ട് മടങ്ങും. ഇരുവരും അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും ഇനി പേടിക്കാനൊന്നുമില്ല. ഓ, ഞാൻ ഉടൻ ഡിസ്ചാർജ് എഴുതാം. ഇപ്പൊ നിങ്ങൾ കയറി കണ്ടോളൂ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. വെൽക്കം. വാ. ബ്രോ 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 കണ്ടോർക്ക് ബ്രോ. ഏയ്, എന്താടാ ഇത്? ഇവിടെ അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. ബ്രോ, ബ്രോയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ സത്യമായിട്ട് ജീവനോടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ബ്രോയെ വലിയ ഇഷ്ടം. നീ എന്താടാ ഇങ്ങനെ? ചില സമയത്ത് യോ പെണ്ണുങ്ങളെക്കാൾ കഷ്ടമാണ്. ഇപ്പൊ എല്ലാം മാറിയില്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇല്ല, അമ്മ എന്താ ഈ വേഷത്തില്? ആനന്ദേ, നിനക്ക് വേണ്ടി അഖിലേച്ചി വീട് വീടാന്തരം കേറി ഇറങ്ങി ഭിക്ഷയെടുത്ത് പൊങ്കാല നടത്തി. ദേ ഗുരുജി പറഞ്ഞിട്ടാ നീ വേഗം കണ്ണു തുറക്കാൻ. ദേവി, കല്യാണി മാഡം, എവിടെ പ്രസാദം? ഞാൻ ഒരുപാട് ഭയന്നു പോയി ആനന്ദ്. ആനന്ദ് കണ്ണു തുറന്നപ്പോഴാ എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെന്താ? ജസ്റ്റ് റിലാക്സ്, എല്ലാം ഓക്കെയാ. എന്തോ ഓക്കെ? തീ തിന്നുകയായിരുന്നു കുറെ പേരിവിടെ. ദേ, ഇതിനെല്ലാം കാരണക്കാരി ഈ നിൽക്കുന്ന ഇവളാ. ഒരു നല്ല കാര്യത്തിന് പോകാൻ ഇറങ്ങുന്ന സമയത്ത് അപശകുനം പോലെ വന്ന് നിന്ന് ഇന്ന് തന്നെ പോണോ എന്നൊക്കെ ഓരോ ശകുനം മുടക്കി ചോദ്യങ്ങള്. അപ്പോഴേ എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ ചിലത് സംഭവിക്കുമെന്ന്. ഏതായാലും നമ്മുടെ മോന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ മഹാഭാഗ്യം. വിലാസിനി, സോറി ചേച്ചി, എനിക്കിത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാ. മതി. സത്യം പറഞ്ഞ
ഇപ്പൊ എനിക്ക് തോന്നുന്നത് കല്യാണി പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്നാ. കല്യാണിയുടെ വാക്ക് കേട്ട് അപ്പോഴത്തെ യാത്ര മാറ്റിവെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആനന്ദിനെ ആപത്ത് വരില്ലായിരുന്നു. ഇതൊക്കെ കാണുമ്പോ തോന്നുന്നത് കല്യാണിയിൽ എന്തോ ദൈവികതയുണ്ടെന്ന. ആരും അത് മനസ്സിലാക്കാതെ അവളെ ഒരു കുറ്റവും പറയാൻ പാടില്ല. ഓ ആനന്ദേ, 2 ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് പോയ പോരെ? നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല അച്ഛാ, നമുക്ക് പോവാം. ഇവിടെ ഇങ്ങനെ ഒരു രോഗിയെ പോലെ കിടക്കുന്നത് ഭയങ്കര ബോറാ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി ബില്ല് സെറ്റിൽ ചെയ്തിട്ട് വരാം. അരവിന്ദ്, കം വിത്ത് മീ. ബ്രോ, ഞാൻ പോയിട്ട് വരാം. ഈശ്വരോ രക്ഷതു. ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചെങ്കിലേ ആ കാലക്കേട് മാറിയെന്ന് കരുതിയാ മതി. ഇനി എല്ലാം നല്ലതേ വരൂ. ആ അഖിലേ, എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. വളരെ നന്ദിയുണ്ട് ഗുരുജി. ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. വരണം, ആനന്ദിനെയും കൊണ്ട്. കല്യാണി, ദാസേട്ടനോട് പറഞ്ഞ് ഗുരുജിയെ അമ്പലത്തിൽ കൊണ്ടുവന്നാക്കണം. അതിനേക്കാൾ പ്രധാനം അദ്ദേഹം ഈ നിമിഷം വരെ ജലപാനം പോലും കഴിച്ചിട്ടില്ല എന്നുള്ളതാ. അതുകൊണ്ട് ആദ്യം വീട്ടിൽ കൊണ്ടുപോയി ആഹാരം കഴിപ്പിച്ചിട്ടേ വിടാവൂ. പോയി കുളിച്ച് ഈ കോലമൊക്കെ മാറ്റിയിട്ട് വേണം ഗുരുജിക്ക് ആഹാരം കൊടുക്കാൻ. ശരി മാഡം. ഗുരുജി ഇറങ്ങിയാട്ടെ. വരൂ. വന്നിറങ്ങിയത് ദീപാരാധന സമയത്താണല്ലോ. നന്നായി. മോളുടെ വരവ് ഭഗവാന് നന്നേ ഇഷ്ടപ്പെട്ട ലക്ഷണമാണ്. മണിനാഥൻ കേട്ടില്ലേ? വന്നോളൂ, ഭഗവാനെ കണ്ട് തൊഴാൻ സമയമായി. പോയി തൊഴുതിട്ട് വാ മോളെ, അച്ഛൻ മാഡത്തൊന്ന് വിളിക്കട്ടെ. ചെല്ല്. വരൂ കുട്ടി. ആ, തൊഴുതു പ്രാർത്ഥിച്ചോളൂ. അപ്പോഴേക്കും ഞാൻ പോയി തൃച്ചംബരത്തെ വിശേഷാൽ പൂജയുടെ പ്രസാദം വാങ്ങി വരുന്നുണ്ട്. അതങ്ങ് കൊടുത്തേക്കണം. കൊടുക്കാം. സാധാരണ തൃച്ചംബരത്തെ കുടുംബാംഗങ്ങളിൽ ആരുടെയെങ്കിലും കയ്യിലാ പ്രസാദം കൊടുക്കാറ്, പ്രത്യേകിച്ചും മരുമക്കളുടെ കയ്യിൽ. ഇതിപ്പോ
കുട്ടിയുടെ കയ്യിൽ തന്നയക്കുന്നത് കൊണ്ട് അവർക്കാർക്കും അലോഹ്യമൊന്നും ഉണ്ടാവില്ലല്ലേ? ഇല്ലെന്നാ തോന്നണേ. ഞാൻ കൊണ്ട് കൊടുക്കണേല് ദോഷമൊന്നും ഇല്ലെങ്കിൽ ഞാൻ തന്നെ കൊടുത്തോളാം. ഒരു വിരോധവും ഇല്ല. ഇതാ വാങ്ങിക്കോളൂ. ആനന്ദ് താലി കെട്ടിയ പെണ്ണ് കയ്യിൽ അഗ്നികുംഭമേന്തി ദേവീക്ഷേത്രത്തിന് ചുറ്റും 9 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം. അതാണ് ഒരു വഴി. 9ാമത്തെ പ്രദക്ഷിണം പൂർത്തിയാവുമ്പോൾ പാപത്തിന് പരിഹാരമാവും. പോയിക്കോട്ടെ ഗുരുജി. പോയിട്ട് വരും. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ഗുരുജി എന്താ നോക്കി നിൽക്കുന്നേ? തൃച്ചംബരത്തെത്തേണ്ട പ്രസാദം അത് അർഹതപ്പെട്ട ആൾ തന്നെയാ വാങ്ങിക്കൊണ്ടു പോയതെന്നൊരു തോന്നൽ. എന്ന് വെച്ചാൽ നിയോഗം മനുഷ്യൻ എന്തു തന്നെ ചിന്തിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചാലും ദൈവനിശ്ചയത്തിന്റെ ഒരു തീർച്ചപ്പെടുത്തലുണ്ടാവുമല്ലോ, അത് നടക്കും. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഈശ്വര. ഡി, വായും പൊളിച്ച് നിൽക്കാതെ പോയി ആരതി തട്ട എടുത്തോണ്ട് വാ. ശരി മാഡം. ചേച്ചി, ആരതി ഇപ്പൊ കൊണ്ടുവരും. ഇവളിത് എവിടെ പോയി കിടക്കുന്നു? ഡി കല്യാണി, ഡി, ഒരു ആരതി തട്ടെടുക്കാൻ ഇത്രയും നേരം എന്തിനാ? ആനന്ദ് ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കിടന്നിട്ട് വന്നതാണെന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? വിലാസിനി മതി. കല്യാണി, ഞാൻ തന്നെ ഒഴിഞ്ഞിടാം. കർപ്പൂരം കത്തിക്ക്. കല്യാണി നിക്കേ. കല്യാണി നിക്കേ. നീ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ കാണട്ടെ. നിന്നോടാ പറഞ്ഞത് തിരിയാൻ.
ഇവിടെ വാ. നിന്റെ കൈയൊന്ന് കാണട്ടെ. അങ്ങനെയല്ല, കൈവെള്ള കാണിക്കാൻ. പറഞ്ഞത് കേട്ടില്ലേ? കൈവെള്ള കാണിക്ക്.